ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ഡിസംബർ 4-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് റീസെൻ്റ് ആയിട്ടുള്ള സൈക്ലോൺ ഫെഞ്ചാലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ദുരന്തം ഡിസാസ്റ്ററും അതിനെ തുടർന്നുള്ള ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് എഡിറ്റോറിയൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വേഴ്സ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സൈക്ലോൺ ഫെഞ്ചാൽ എന്ന് പറയുന്ന സൈക്ലോൺ തമിഴ്നാട് കോസ്റ്റ് പ്രത്യേകിച്ചും പുതുച്ചേരിയിൽ ശക്തമായിട്ട് നവംബർ 30-നും ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തമിഴ്നാടിലും പുതുച്ചേരിയിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഏകദേശം 7 മില്യൺ ഫാമിലീസിനെ, അതായത് 70 ലക്ഷത്തോളം കുടുംബങ്ങളെയും 15 മില്യൺ ഇൻഡിവിജ്വൽസിനെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 16 മരണങ്ങളുണ്ടായി. 7 പേര് ലാൻഡ് സ്ലൈഡ് തിരുവണ്ണാമല എന്ന് പറയുന്ന സ്ഥലത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അൺയൂഷ്വൽ ഹെവി റെയിൻഫോൾ ആണ്. 40 മുതൽ 50 സെന്റിമീറ്റർ വരെ മഴയാണ് വളരെ ചെറിയ സമയത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഫ്ലഡിങ്ങിനും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡാമേജിനും കാരണമായിട്ടുണ്ട്. ഏകദേശം 2.2 ലക്ഷം ഹെക്ടറോളം ഫാം ലാൻഡ് വെള്ളത്തിൽ, കൃഷിഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൗത്ത് പെന്നൈ റിവർ എന്ന് പറയുന്ന നദി അത് സാധാരണ ഡ്രൈ ആയി കിടക്കുന്ന ഒരു നദിയാണ്. അത് ഫ്ലഡ് ചെയ്തിട്ട് വെള്ളപ്പൊക്കം വന്ന് അത് നിറഞ്ഞു കവിഞ്ഞ് അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതും മറ്റൊരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഓർത്തുവെക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ അദ്ദേഹം 2000 കോടിയുടെ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ പുതുച്ചേരി ഗവൺമെന്റ് 210 കോടിയുടെ അസിസ്റ്റൻസും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഓർത്തുവെക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീം വെതർ ഈവൻസ്, ഇന്ന് സൈക്ലോൺ അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രീം വെതർ ഈവൻസ് നമ്മുടെ രാജ്യത്ത് കോമൺ ആണ്. വയനാട്ടിലൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് നമുക്കറിയാം. അപ്പോൾ പ്രത്യേകിച്ചും സൗത്തേൺ പെനിൻസുലയിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീം വെതർ ഈവന്റുകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതായിട്ടുള്ളത്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം തന്നെ 4 സൈക്ലോണിക് സ്റ്റോമുകളാണ് 2022 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റീജിയന് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് സൈക്ലോണുകൾ ഹിറ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എമർജൻസി റിലീഫുകൾ പ്രഖ്യാപിക്കുക, പെട്ടെന്ന് ഈ ഒരു ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക എന്നതിലുപരിയായിട്ട് ഒരു ലോങ് ടേം പ്രിപ്പയർഡ്നെസ് വളരെ ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് എഡിറ്റോറിയലിൽ പറയുന്നതായിട്ടുള്ളത്. അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്ലഡ് മാനേജ്മെന്റ്, ഒരു ഫ്ലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയി നിൽക്കണം. അതുപോലെ തന്നെ എങ്ങനെ ഈ വെള്ളം ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ചളിയും മറ്റുമൊക്കെ റോഡുകളിലേക്കും വീടുകളിലേക്കും കയറും, അതിനെങ്ങനെ നീക്കം ചെയ്യും, പ്രത്യേകിച്ചും വെള്ളം ഒഴുകിപ്പോയ വഴിയിൽ നിന്നൊക്കെ നീക്കം ചെയ്യും, വാട്ടർ ബോഡീസിനെ എങ്ങനെ വൃത്തിയാക്കും തുടങ്ങിയുള്ള പല വിഷയങ്ങളിലും നമ്മൾ ഇനീഷ്യലി പ്രിപ്പയർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തമിഴ്നാട് ഗവൺമെന്റ് റീസെന്റ് ഒരു അഡ്വൈസറി കമ്മിറ്റി, ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വൈസറി കമ്മിറ്റി വെച്ചിട്ടായിരുന്നു അവരുടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ, ആ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, പ്രത്യേകിച്ച് ബണ്ടുകളെ സ്ട്രെങ്തൻ ചെയ്യുക, ഫ്ലഡ് മിറ്റിഗേഷൻ പ്ലാനിങ് നഗരങ്ങളിലും മറ്റുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ്. അതായത് ഇവിടെ ഓതർ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് നമ്മൾ ഇൻസിഡന്റ് വരുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഓൾറെഡി നമ്മൾ അത്തരത്തിലുള്ള ഇൻസിഡന്റ്സിന് വേണ്ടി ലോങ് ടേമിലേക്ക് പ്രിപ്പയർ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് COP29 കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ COP29മായി ബന്ധപ്പെട്ട് അതിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഈ ഒരു COP29 ഔട്ട്കമ്മുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. അപ്പോൾ അസർബൈജാനിലെ ബക്കൂവിലാണ് ഈ ഒരു COP29 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രത്യേകിച്ചും ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിന് എബോവിലേക്ക്, അതായത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിന്റെ 1.5 ഡിഗ്രി സെൽഷ്യസ് എബോവ് എന്ന ലിമിറ്റിലേക്ക് ഈ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചറിനെ ലിമിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പോക്ക് പോവുകയാണെങ്കിൽ, നിലവിൽ പോകുന്ന രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ അത് ഏകദേശം 3.1 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുകയും ക്ലൈമറ്റ് ചേഞ്ച് അതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം നമുക്ക് ക്ലൈമറ്റിക് ഇമ്പാക്റ്റുകൾ വളരെ വിസിബിൾ ആണ്.
സൈക്ലോണുകളുടെ എണ്ണം കൂടുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, ഡ്രോട്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഇമ്പാക്റ്റ് വളരെ സിവിയർ ആയിട്ടുള്ള ഈ ഒരു സമയത്തും നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കുന്നതാണ്. നമ്മളിപ്പോഴും ക്ലീൻ ടെക്നോളജീസിലേക്ക് മൂവ് ചെയ്യുക, അതായത് കാർബൺ എമിഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട് റിന്യൂവബിൾ എനർജിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണുള്ളത്. പക്ഷേ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ സ്കെയിലിംഗ് അതായത് അത് ചെറിയ ചെറിയ എമൗണ്ടിൽ ചെയ്തിട്ടില്ല, ലാർജ് സ്കെയിലിലേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത് ക്ലൈമറ്റ് ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇത്തരത്തിലുള്ള ഡെവലപ്ഡ് കൺട്രീസ് ഓൾറെഡി അവരുടെ കയ്യിൽ ടെക്നോളജീസ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്. സോ അവർക്ക് കാർബൺ എമിഷൻ കുറക്കുക വളരെ പെട്ടെന്ന് പറ്റും. അതേസമയത്ത് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ സാഹചര്യം അങ്ങനെയല്ല. അവർ ഉയർന്നു വരുന്ന അത്ര അവരുടെ കയ്യിൽ സാമ്പത്തിക സ്ഥിതി ഇല്ല, അവരുടെ കയ്യിൽ ടെക്നോളജി ഇല്ല. സോ അവർക്ക് കാർബൺ എമിഷൻ കുറക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ എക്കണോമിനെ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിനെ അവർ കുറക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്, ക്ലീനർ എനർജിയിലേക്ക് പ്രത്യേകിച്ച് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ക്ലീനർ എനർജിയിലേക്ക് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീനർ ടെക്നോളജിയിലേക്ക് മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസുകൾ കൂടുതൽ അലോക്കേഷൻ ഗ്രീൻ എനർജിയിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങുമ്പോൾ സബ്സിഡി കൊടുക്കുക, റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്ക് സബ്സിഡി കൊടുക്കുക, റൂഫ് ടോപ്പ് സോളാറിന് സബ്സിഡി കൊടുക്കുക തുടങ്ങി പലതരത്തിലുള്ള ഫണ്ടിങ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ ചെറിയ ലെവലിലാണ് നടക്കുന്നത്. ഒരു ലാർജ് സ്കെയിലിൽ നടത്തണം എന്നുണ്ടെങ്കിൽ വലിയ ഫണ്ടിങ് ആവശ്യമാണ് എന്ന് ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഇത് ഫൈനാൻഷ്യലി ബേർഡൻ ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു റോൾ വരുന്നതായിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള IMF, വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ അവർ പണം കടം കൊടുക്കുക ഇൻട്രസ്റ്റ് ബേസിസിൽ മാത്രമാണ്. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ഹൈ ലെൻഡിങ് റേറ്റിൽ പണം കടം കൊടുക്കുന്നത് കൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ് കടക്കണിയിലേക്ക് പോകുന്ന സാഹചര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാനാണ് ഫൈനാൻസ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന രീതിയിൽ, അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഫണ്ടുകൾ നൽകണം എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് പബ്ലിക് ഗ്രാന്റുകൾ, ലോണുകൾക്ക് പകരം ഗ്രാന്റുകൾ നൽകുക, അതായത് ഡെപ്റ്റ് ബേർഡൻ, രാജ്യങ്ങളുടെ കടം വർദ്ധിക്കാത്ത രീതിയിൽ അവർക്ക് ഫണ്ടിങ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ആശയം. അപ്പോൾ COP21 കൺട്രീസ് എല്ലാം തന്നെ $100 ബില്യൺ ആനുവലി ഈ ഒരു ക്ലൈമറ്റ് ആക്ഷൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ COP29 ഈ ഒരു NCQG ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോള് ഡെവലപ്ഡ് വേൾഡ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ $300 ബില്യൺ ആനുവലി ടിൽ 2035 വരെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡെവലപ്പിംഗ് കൺട്രീസ് ആവശ്യപ്പെട്ടിരിക്കുന്ന 1.3 ട്രില്യൺ എന്ന് പറയുന്നതിന്റെ 4/1, 5/1 താഴെയൊക്കെയാണ് വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു COP29 ഡെവലപ്ഡ് കൺട്രീസ് അതിനനുസൃതമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ എന്ന് പറയുന്ന ഔട്ട്കം, അത് ആ ഒരു ഫണ്ട് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്ത് ഇൻസഫീഷ്യന്റ് ആണ്. അതായത് ക്ലൈമറ്റ് ആക്ഷൻ വളരെ പെട്ടെന്ന് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്, റിന്യൂവബിൾ എനർജിയിലേക്ക് വളരെ വേഗം, കാർബൺ എമിഷൻ വളരെ വേഗം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസ് റെഡി അല്ല എന്നുള്ളത് ആ ഒരു ലക്ഷ്യത്തെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തെ തന്നെ തകർക്കുന്നതാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ 300 ബില്യൺ എന്ന് പറയുന്നത് ഒരു ആനുവൽ കമ്മിറ്റ് ആയിട്ട് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ നേരത്തെ 100 ബില്യൺ ഉണ്ടായിട്ട് അതുപോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഇന്നഡീക്വേറ്റ് ആണ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെങ്കിൽ പോലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ COP29 ഡിസ്കഷൻ നടക്കുമ്പോൾ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു ക്ലൈമറ്റ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വിറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസ് തീരെ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു കളക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൈറ്റൽ ആണ്. എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് നടക്കുള്ളൂ. ഡെവലപ്പിംഗ് കൺട്രീസ് പരസ്പരം യുണൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസിഷന് വേണ്ടി ശ്രമിക്കേണ്ടതായിട്ട്, അതിനൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഈ ഒരു ഫണ്ടിനെ കണക്കാക്കുക. ക്ലൈമറ്റ് ജസ്റ്റിസ് അതിന്റെ ഗ്ലോബൽ റെസ്പോൺസിന്റെ ഒരു കോർ ഐഡിയ ആണ്. അപ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിനായിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാം. പിന്നീട് ആ ഫണ്ട് വരുന്ന രീതിയിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ നെറ്റ് സീറോ ടാർഗറ്റിലേക്ക് എത്തുന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ ശ്രമിക്കണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്തയും ഈ ഒരു നാഷണൽ ആക്ഷൻ പ്ലാനുമായ COP29 സമ്മിറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ഓതർ പറയുന്നത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും.
കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.